നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഞാൻ വായിച്ചൊരു ന്യൂസ് ആയിരുന്നു. ഇന്ത്യൻ എയർപോർട്ടുകളിലെ ഡിസ്റപ്റ്റീവ് ബിഹേവിയർ ബൈ പാസഞ്ചർ. അതായത് എയർപോർട്ടിൽ യാത്ര ചെയ്യാൻ പോകുന്ന യാത്രക്കാരൻ അവിടുത്തെ ഗ്രൗണ്ട് സ്റ്റാഫുമായിട്ടോ അല്ലെങ്കിൽ സെക്യൂരിറ്റി പേഴ്സണലായിട്ടോ എന്തെങ്കിലും കശപിശ കൂടുക. അത് കശപിശ ഉണ്ടാകുന്ന വേറെ ഒന്നുമല്ല, ഈ പറയുന്ന ഫ്ലൈറ്റ് ക്യാൻസലേഷൻ, ബാഗേജ് കിട്ടിയില്ല, ഫ്ലൈറ്റ് ഡിലേ ആയി. അപ്പോൾ ഈ പ്രോപ്പറായിട്ട് ഇൻഫർമേഷൻസ് ഒന്നും പാസ് ചെയ്യാതെ വരുമ്പോഴാണ് ഈ പറയുന്ന ഈ വാക്ക് തർക്കത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ എയർപോർട്ടിൽ ഒരാളൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടി സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നു. അവിടെ വരുമ്പോൾ സ്റ്റാഫ് പറയുക ഫ്ലൈറ്റ് ഡിലേ ആണ്, ക്യാൻസലായി, താങ്കൾക്ക് സീറ്റ് ഇല്ല എന്ന് വരെ ഒരുപാട് അവസ്ഥയുണ്ട്. അപ്പോൾ ഈ സാധാരണ എയർലൈൻസ് ഒക്കെ ഈ ഫ്ലൈറ്റ് ഓവർ ബുക്ക് ചെയ്യും. അത് അവർക്ക് നിയമപ്രകാരമുള്ള അനുവദനീയമാണ്. 5% അല്ലെങ്കിൽ 2% സീറ്റുകൾ ഓവർ ബുക്ക് ചെയ്യാം. കാരണം എന്ന് പറയുന്നത് ക്യാൻസലേഷൻ വരും, ലാസ്റ്റ് മിനിറ്റ് ക്യാൻസലേഷൻ വരുമ്പോൾ അവർക്ക് നഷ്ടം വരും. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അയാട്ട നിയമപ്രകാരം അവർക്ക് ചെയ്യാം. പക്ഷേ എല്ലാവരും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ കഥ മാറും. അപ്പോൾ വരുന്ന 1-2 പേർക്ക് അവർ ഫ്ലൈറ്റ് ക്യാൻസലായി അല്ലെങ്കിൽ എന്തെങ്കിലും ഉടായിപ്പ് പറയും. അതൊക്കെ സർവ്വസ്വാഭാവികമാണ്. ആ വരുന്ന അവസ്ഥയിലൊക്കെ എന്താ പറയുന്ന വാക്ക് തർക്കമാവുന്നു. ഇപ്പം എല്ലാവരും മൊബൈലാണ്. അപ്പോൾ ഒരുപാട് വീഡിയോസുകൾ എയർപോർട്ടിൽ നിന്ന് പുറത്തു വരികയാണ്. ഈ പറയുന്ന ഗ്രൗണ്ട് സ്റ്റാഫുമായിട്ടുള്ള ഈ പറയുന്ന വാഗ്വാദം അത് ഇന്ത്യയുടെ ഇമേജിനെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്യാണ്. കാരണം ഇപ്പോൾ ഗ്ലോബൽ ഇമേജ് ഇപ്പോൾ ട്വിറ്ററിലൊക്കെ പരക്കുന്നു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവരാൻ പോവുകയാണ്. ഇപ്പോൾ അറ്റ് പ്രസന്റ് എയർപോർട്ടിനകത്ത്, എയർക്രാഫ്റ്റിനകത്ത് ഏവിയേഷൻ റൂളാണ്, ഇന്ത്യൻ എയർക്രാഫ്റ്റ് റൂൾ 1932 മറ്റുമാണ്. അതായത് ഡിസ്റപ്റ്റീവ് ബിഹേവിയർ, ഏതെങ്കിലും തരത്തിലുള്ള വേർബൽ അബ്യൂസ്, അവിടുത്തെ ക്യാബിൻ ക്രൂ ആയിട്ടോ അല്ലെങ്കിൽ പൈലറ്റുമായിട്ടോ വേർബൽ അബ്യൂസിൽ ഏർപ്പെട്ടാൽ ജാമ്യമില്ലാത്ത കുറ്റം വരെ കിട്ടാം. അതായത് വേർബൽ അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ്, അങ്ങനെ ഒരുപാടുണ്ട്. അറ്റംപ്റ്റ് ടു ബ്രീച്ച് കോക്പിറ്റ് ഉണ്ട്, മൂന്നാമത്തെ ലെവലാണ്. അതായത് അറ്റംപ്റ്റ് ടു ബ്രീച്ച് കോക്പിറ്റ് എന്ന് പറഞ്ഞാൽ ഈ കോക്പിറ്റിനകത്ത് പോയി ഹൈജാക്ക് വേണമെന്നില്ല. കോക്പിറ്റ് ലക്ഷ്യമാക്കി നിങ്ങൾ, ഒരു പക്ഷേ പൈലറ്റിന് സംസാരിക്കാനായിരിക്കാം, കോക്പിറ്റ് ലക്ഷ്യമാക്കി നിങ്ങൾ മുന്നോട്ട് പോയാൽ പോലും അത് അറ്റംപ്റ്റ് ടു ഹൈജാക്കായി പോകും. അതൊക്കെ ജാമ്യം കിട്ടാത്ത വകുപ്പാണ്. പിന്നെ NRIs ഒക്കെ ആണെങ്കിൽ ലോക്കൽ കേസൊക്കെ അയക്കാൻ തിരിച്ചു പോലും പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു എയർക്രാഫ്റ്റിനകത്താകുമ്പോൾ എങ്ങനെ പെരുമാറണം. രസമാണ്, പെട്ടെന്ന് വികാരങ്ങൾ വരും. കാരണം നമുക്ക് എല്ലാവർക്കും ഫ്ലൈറ്റ് ഡിലേ ആകും. പക്ഷെ വികാരങ്ങൾ എങ്ങനെ പെരുമാറണം നമ്മൾ അറിയണം. നമ്മൾ ഇരിക്കുന്ന സ്ഥലം എന്താണെന്ന് അറിയണം. ഇനി എയർപോർട്ട് അതുകൊണ്ട് തന്നെ ഈ എയർക്രാഫ്റ്റിനകത്ത് ഒരുപാട് NRS അറിയും, ന്യൂസൊക്കെ വരുന്നുണ്ട്. അവർ അധികം അങ്ങോട്ട് വലിയ കശുവശക്ക് പോകാറില്ല. സ്റ്റാഫ് പറയുന്നത് കേൾക്കും. പക്ഷേ എയർപോർട്ടിനകത്താണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ കൂടുതൽ വരുന്നത്. അപ്പോൾ സർക്കാർ നിയമമായിട്ട് വരാൻ പോവുകയാണ്. ഇതിന്റെ പ്രശ്നക്കാരൻ വേറൊന്നുമല്ല ഈ യാത്രക്കാരോ അല്ലെങ്കിൽ ഈ പറയുന്ന പാവ എംപ്ലോയീസോ ഒന്നുമല്ല. ഈ പ്രശ്നക്കാരൻ എയർക്രാഫ്റ്റ് കാരിയറാണ്. അതായത് ഈ പറയുന്ന ഇൻഡിഗോ അല്ലെങ്കിൽ നമ്മുടെ എയർ ഇന്ത്യ, ഇവരൊക്കെ തന്നെയാണ് കാരണക്കാർ. നിയമം കൊണ്ടുവരാൻ സർക്കാർ മുമ്പ് ആലോചിച്ചതാണ്. അന്ന് അവർ 2020 കോവിഡ് സമയത്ത് പറഞ്ഞു, ഞങ്ങൾ ഇപ്പോൾ തന്നെ വളരെ ക്ഷീണത്തിലാണ്, ആളുകൾ വരുന്നില്ല, ഇനി നിയമം കൊണ്ടുവന്നാൽ ഞങ്ങൾ ബുദ്ധിമുട്ടിലാവും. ഈ നിയമം കൊണ്ടുവന്ന് ഇവർക്ക് എന്താണ് ഈ ബുദ്ധിമുട്ട്? ഈ നിയമം പാസഞ്ചേഴ്സിന്റെ അഗെയിൻസ്റ്റ് അല്ലേ? കാരണം ഒരു എയർപോർട്ടിൽ പോയി ഒരുത്തം പോയി കശവശം ഉണ്ടാക്കി അവനെ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ ഈ എയർലൈൻ നഷ്ടം വരാൻ പോന്നേ. പക്ഷെ സർക്കാർ നിയമം കൊണ്ടുവരുമ്പോൾ അത് എല്ലാ വശങ്ങളും പരിശോധിക്കും. അതായത് അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഞാൻ ഇവിടുന്ന് ഒരു 2 മാസം യൂറോപ്പിലേക്ക് ട്രാവലിന് പോയി. ചൂസ് ചെയ്ത എയർലൈൻ എന്ന് പറയുന്നത് ഐസ്ലാൻഡ് എയർ ആയിരുന്നു. ഏറ്റവും ഫെയർ, വളരെ ചീപ്പായിട്ട് കിട്ടിയപ്പോൾ ഏറ്റെടുത്തു. കിട്ടിയപ്പോഴേ എനിക്ക് സംശയം തോന്നിയായിരുന്നു, ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന ഉറപ്പാണ്. എയർപോർട്ടിൽ ചെന്നു, ഫ്ലൈറ്റിനകത്ത് കയറി. ഒരു 757, വളരെ പഴഞ്ചൻ എയർക്രാഫ്റ്റ് 747. ബോർഡിംഗ് എല്ലാം കഴിഞ്ഞു, ഫ്ലൈറ്റ് ക്യാൻസലാക്കി. ടെക്നിക്കൽ സ്നാഗ്. 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇരുന്നു. ക്യാപ്റ്റൻ വന്ന് പറഞ്ഞു, നമുക്ക് പോകാൻ സാധിക്കില്ല, എല്ലാവരും ഡീബോർഡ് ചെയ്യണം, ഡീപ്ലെയിൻ ചെയ്യണം, ഗ്രൗണ്ട് സ്റ്റാഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻസ് വരും. അവിടെ കയറി കശപിശുണ്ടായിട്ട് കാര്യമില്ല. പുറത്തിറങ്ങിയപ്പോൾ ഗ്രൗണ്ട് സ്റ്റാഫ് ഒരു ലൗഡ് സ്പീക്കർ വിളിച്ചു പറഞ്ഞു, ഫ്ലൈറ്റ് ക്യാൻസലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഹോട്ടലിലേക്കോ വീട്ടിലേക്കോ പോകാം. നിങ്ങൾക്കത് ഹോട്ടലിൻ്റെ പറയുന്ന ഫീ, പറയുന്ന റിയംബേഴ്സ് ചെയ്യാൻ പോർട്ടലിൽ പോയി അതിൻ്റെ റിസീറ്റ് അപ്ലോഡ് ചെയ്യുക. നെക്സ്റ്റ് ആക്ഷൻ, നിങ്ങളുടെ ഫ്ലൈറ്റ്, ഡെസ്റ്റിനേഷനുള്ള ഫ്ലൈറ്റ് എപ്പോഴാണ്, കസ്റ്റമർ സർവീസ്, ഐസ്ലാൻഡിലെ കസ്റ്റമർ സർവീസ് അവർ ഓപ്പറേറ്റിംഗ് സമയം രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയാണ്. 7 മണിക്ക് അവർ തുറക്കും. അവർ നിങ്ങളെ അറിയിക്കും. നിങ്ങളുടെ ഇമെയിലിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറിലേക്കോ നിങ്ങളെ വിളിച്ചറിയിക്കും. നിങ്ങൾക്ക് പോകാം. കഴിഞ്ഞു. അവിടെ കൂട്ടം കൂടിയിട്ട് കാര്യമൊന്നുമില്ല. അവിടെ കിടന്നിട്ട് ഞാനും ചിലപ്പോൾ അക്ഷമനായി പോയി. ആദ്യമായിട്ടായിരുന്നു ഈ പറയുന്ന ഫ്ലൈറ്റ് ഡിലേ ആവുന്നു, ക്യാൻസലായി. എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിന്നൊരു കാര്യമില്ല. ഞാൻ വീട്ടിൽ പോയി. ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വന്നു കസ്റ്റമർ സർവീസിന്. അതായത് താങ്കളുടെ ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ആയിരിക്കുകയാണ്, ഇന്ന സമയത്ത് ഇന്ന ഫ്ലൈറ്റിൽ പോകാമെന്നുള്ളത്. വളരെ ക്ലിയർ ഇൻഫർമേഷൻ. അത് കഴിഞ്ഞിട്ട് അവരെനിക്ക് മെയിൽ അയക്കും, താങ്കൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇന്ന ഇതിൽ പോയി ബന്ധപ്പെടാം. ഞാൻ അതിൽ വായിച്ചു നോക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഫ്ലൈറ്റ് ഇത്ര മണിക്കൂർ ടെക്നിക്കൽ സ്നാഗുമായി ഡിലേ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര എമൗണ്ടിന് നിങ്ങൾ എലിജിബിൾ ആണ് റീഫണ്ടിന്. ഞാനൊരു പോർട്ടലിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. ലക്കി എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന സെയിൽഫോഴ്സിൻ്റെ പോർട്ടലായിരുന്നു. അതിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. അവർ റെസ്പോൺസ് വന്നു, താങ്കളുടെ കംപ്ലൈൻറ്റ് സ്വീകരിച്ചു, 2 ആഴ്ചക്കുള്ളിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവരെനിക്കൊരു
ഒരു വൗച്ചർ അയച്ചു തന്നു, അതായത് റീഎംബേഴ്സ്മെൻറ്റ്, ഈ വൗച്ചർ താങ്കൾക്ക് ഉപയോഗിക്കാം. റീഎംബേഴ്സ്മെൻറ്റ് അതായത് റീഷെഡ്യൂൾ ടിക്കറ്റും തന്നു, പിന്നെ ഒരു ചെറിയ റീഫണ്ടും തന്നു. അപ്പോൾ ഇത് ഇന്ത്യയിൽ ചെയ്യാൻ പറ്റില്ല. പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ചെയ്യാൻ പോയി ഇവരൊക്കെ ബാങ്ക്രപ്റ്റ് ആവും. കാരണം ഇവരൊക്കെ എന്ന് പറയുന്നത് എയർക്രാഫ്റ്റ് ഷെഡ്യൂളിംഗ് എല്ലാം എന്ന് പറയുന്നത് ഒരു 1-2 എയർക്രാഫ്റ്റ് വെച്ചാൽ പലരും കളിക്കുന്നത്. എവിടെയെങ്കിലും ഒരു ടെക്നിക്കൽ സ്നാഗ് വന്നാൽ ഫുള്ള് പരിപാടി പോകും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ എയർലൈൻസുകാർ എന്ത് ചെയ്യും, ഫ്ലൈറ്റ് ഡിലേ ആയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറിയൊരു സ്റ്റാഫിനെ, ജൂനിയർ സ്റ്റാഫിനെ ഇട്ടുകൊടുക്കും, ഒരു എന്താ പറയുന്നത് ബക്കറായിട്ട് ആളുകൾ മുമ്പിലേക്ക്. ആളുകൾ എന്ത് ചെയ്യും, അവനെ അങ്ങ് വലിച്ചു കീറും, അവൻ്റെ അമ്മയ്ക്കും അപ്പനൊക്കെ വിളിക്കും, കുറെ വീഡിയോ എടുക്കും, തീർന്നു, പ്രശ്നം തീർന്നു. അത് കഴിഞ്ഞിട്ട് എന്തായാലും എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ CSF എന്ന് പറയും, ചലോ ചലോ നിക്കലോ 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 ദർശ കഥം കരോ തുമാരാ നാടക്. അതോടെ എല്ലാവരും എന്ത് ചെയ്യും, ബാഗും തൂക്കി വീട്ടിൽ തിരിച്ചു പോകും. അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറേ പേര് സ്വയം വേറെ ടിക്കറ്റ് എടുത്ത് ബുക്ക് ചെയ്യും, ചിലർക്ക് റീഫണ്ട് കിട്ടിയാൽ കിട്ടി. ഈ പറയുന്ന പ്രോസസ്സ് മാറ്റാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു ഫ്ലൈറ്റ് ക്യാൻസലോ ഡിലേ വന്നു കഴിഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ ഒരു കസ്റ്റമർ സർവീസ് ടീം നിങ്ങൾക്ക് വേണം. CSI ഏജന്റുകൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സെന്ററിൽ വേണം. ഈ പറഞ്ഞ എയർപോർട്ടിലെ സ്റ്റാഫ് അല്ല, അവിടെ വേണം, ഒരു പ്രോസസ്സ് വേണം. അവർക്ക് റീഷെഡ്യൂൾ ചെയ്ത് എത്ര മണിക്കൂർ ഇൻഫർമേഷൻസ് കൊടുക്കും, ഈ പറയുന്ന കാര്യങ്ങൾ. നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ എല്ലാ കസ്റ്റമേഴ്സിൻ്റെ ഫോൺ നമ്പറും ഇമെയിലും വാങ്ങിക്കണം, കമ്മ്യൂണിക്കേഷൻ. ഇത് വന്നു കഴിഞ്ഞാൽ എയർലൈൻസിന് ഒരുപാട് നഷ്ടം വരും. കാരണം ആവറേജ് എന്ന് പറയുന്നത് ഒരു 5% വരെ ഒരു ദിവസം ക്യാൻസലേഷനോ അല്ലെങ്കിൽ ഡിലേ ആയി പോകാറുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ കോടികളെ നഷ്ടമാണ് ഈ പറഞ്ഞ എയർലൈൻസിന് വരാൻ പോകുന്നത്. അതാണ് ഇവർ ലോബി ചെയ്ത് ഇവരെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. തൽക്കാലം എന്താ പറയുന്നത്, സ്റ്റാഫിന് എന്തായാലും ഞങ്ങൾ ശമ്പളം കൊടുക്കുന്നുണ്ട്, അപ്പോൾ 2 തെറി കൂടെ കിട്ടിക്കോട്ടെ. അപ്പോൾ ആൾക്കാർക്കാണെങ്കിൽ സന്തോഷം, തെറി പറയുന്നൊരു സന്തോഷം. അപ്പോൾ ഇതാണ് നടക്കുന്നത്. ഈ എയർപോർട്ടിൽ ഈ പറയുന്ന നാടകങ്ങളുടെയൊക്കെ പുറകിൽ ഇതാണ്. ഈ പറയുന്ന സ്റ്റാഫ്, നിങ്ങൾ ഇനിയെങ്കിലും എയർപോർട്ടിൽ പോകുമ്പോൾ ഈ പറയുന്ന സ്റ്റാഫ് എന്ന് പറയുന്നത് 10,000, 15,000, 20,000 രൂപയ്ക്ക് പണിയെടുക്കുന്ന കോൺട്രാക്ട് സ്റ്റാഫാണ് 90%. ഡയറക്റ്റ് സ്റ്റാഫ് പോലും അല്ല. പാവങ്ങൾക്ക് ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് പോലും, ഞാൻ എയർപോർട്ടിൽ 5-6 വർഷം വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. ആ പിള്ളേർക്ക് ഡിസിഷൻ എടുക്കാനുള്ള ഒരു കഴിവുമില്ല, അല്ലെങ്കിൽ അധികാരം പോലും ഇല്ല. താങ്കൾ പറയുന്നത് കേൾക്കുക എന്നല്ലാതെ അവർക്ക് തിരിച്ചു പറയാൻ ജോലിയോടുള്ള ആഗ്രഹം കൊണ്ടും അല്ലെങ്കിൽ അത്യാവശ്യമായതുകൊണ്ടും ജരൂർത്തായതുകൊണ്ടും അവർ തിരിച്ചൊന്നും പറയുന്നില്ല. അവരുടെ ബലഹീനത മുതലെടുക്കരുത്. ഈ എയർലൈൻസാണ് ഇതിൻ്റെ പുറകിലെ എല്ലാത്തിനും കാരണക്കാരൻ.